ശ്രീ സായി സച്ചരിതം ഹേമത് പന്ത് അധ്യായം 41 ജ്ഞാനേശ്വരി. ശ്രീ മഹാഗണപതിക്ക് വന്ദനം. സരസ്വതി ദേവിക്കും ശ്രീ ഗുരു മഹാരാജനും പരദേവതയ്ക്കും ശ്രീ സീതാരാമചന്ദ്രനും വന്ദനം. പരമ്പൊരുളാം സദ്ഗുരു ശ്രീ സായീശ്വരൻ്റെ തൃപ്പാദങ്ങളിൽ പ്രേമഭക്തിപൂർവ്വം അടിയൻ്റെ പ്രണാമം. സായി മഹിമകൾ കേൾക്കുമ്പോഴും പാടുമ്പോഴും മനം പവിത്രമാകും. ഇടതടവില്ലാതെ ആ തിരുനാമം ജപിച്ചാൽ ആനന്ദദായകമായ ആ സുന്ദര രൂപം പ്രത്യക്ഷമാകും. നമുക്ക് കഴിഞ്ഞ അധ്യായത്തിലെ കഥ തുടരാം. അലി മുഹമ്മദ് ആ ചിത്രത്തിൻ്റെ പിന്നിലെ അത്ഭുതകരമായ സായി ലീല പറയാൻ തുടങ്ങി. ബോംബെ നിരത്തിലൂടെ നടക്കുമ്പോഴാണ് ഞാൻ അത് കാണാനിടയായത്. വഴിയിൽ ഒരാൾ ചിത്രങ്ങൾ വിൽക്കുന്നു. കൗതുകപൂർവ്വം ഞാൻ ചെന്ന് നോക്കി. അതിൽ സായീശ്വരൻ്റെ മനോഹരമായ ചിത്രം. എനിക്ക് അത് വല്ലാതെ ഇഷ്ടമായി. ഉടൻ തന്നെ വില കൊടുത്തു വാങ്ങുകയും ചെയ്തു. ചിത്രം ബാന്ദ്രയിലെ വീട്ടിൽ കൊണ്ടുവന്നു ഭിത്തിയിൽ തൂക്കി. എന്നും ഞാൻ അതിൽ ദർശനം നടത്തും. അത്രയ്ക്കിഷ്ടമാണ് എനിക്ക് ബാബയെ. വീട്ടിൽ ബാബ അബ്ദുറഹിമാൻ, മൗലാന സാബ്, മുഹമ്മദ് ഹുസൈൻ, ബാബ താജുദ്ദീൻ എന്നീ മഹത്തുക്കളുടെ ചിത്രങ്ങളും ഉണ്ടായിരുന്നു. താങ്കൾക്ക് ആ ചിത്രം തരുന്നതിന് 3 മാസം മുമ്പ് ചില സംഭവങ്ങളുണ്ടായി. രോഗം പിടിപെട്ട് എൻ്റെ ആരോഗ്യസ്ഥിതി മോശമായി. ആ സമയം ഞാൻ അളിയൻ നൂർ മുഹമ്മദ് പീർ ഭായിയുടെ വീട്ടിലായിരുന്നു താമസം. 3 മാസത്തോളം ഞാൻ അവിടെ തങ്ങി. അപ്പോൾ ബന്ദ്രയിലെ എൻ്റെ വീട് പൂട്ടിയിടുകയും ചെയ്തു. ഉണ്ടായതൊക്കെ നശിക്കുമെന്നാണല്ലോ നിയമം. എൻ്റെ ഗൃഹത്തിലെ ചിത്രങ്ങൾക്കും ആ ദുര്യോഗമുണ്ടായി. അവയെല്ലാം ഒന്നൊന്നായി ചിതൽ തിന്നു. പക്ഷേ അത്ഭുതം എന്തെന്നാൽ സായിയുടെ ചിത്രത്തെ മാത്രം ചിതൽ സ്പർശിച്ചില്ല. എന്തോ അത് ഒഴിവായി. ബാബ അബ്ദുൾ റഹ്മാൻ ഒരു വലിയ സിദ്ധനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം മുഹമ്മദ് ഹസൻ എനിക്ക് തന്നിരുന്നു. ഞാൻ അത് എൻ്റെ അളിയന് നൽകി. അളിയൻ ആ സിദ്ധൻ്റെ ശിഷ്യനാണ്. അദ്ദേഹം ഗുരുവിൻ്റെ ആ ചിത്രം ഭദ്രമായി മേശവലിപ്പിൽ സൂക്ഷിച്ചു. എന്തോ ആ ചിത്രം അദ്ദേഹത്തിൻ്റെ മേശയ്ക്കകത്ത് 8 വർഷം അങ്ങനെ അനങ്ങാതെ കിടന്നു. പിന്നീട് എപ്പോഴോ അളിയൻ ആ ചിത്രം വീണ്ടും കാണുകയും ബോംബെയിലെ ഒരു ഫോട്ടോഗ്രാഫർക്ക് കൊടുത്ത് അതിൻ്റെ കുറച്ച് കോപ്പികൾ എടുക്കുകയും ചെയ്തു. അദ്ദേഹം ബന്ധുജനങ്ങൾക്കെല്ലാം ഓരോ കോപ്പി നൽകി. എനിക്കും തന്നു ഒരെണ്ണം. അളിയന് ആ ചിത്രം ഗുരുവിന് നൽകണമെന്നും തോന്നി. മനോഹരമായ ചിത്രവുമായി അദ്ദേഹം സിദ്ധൻ്റെ സമീപം ചെന്നു. ഗുരുവിന് ചിത്രം നൽകി. പക്ഷേ പ്രതീക്ഷിച്ച പെരുമാറ്റമല്ല സിദ്ധനിൽ നിന്നും ഉണ്ടായത്. അദ്ദേഹം തൻ്റെ ചിത്രം കണ്ട് കോപിഷ്ഠനായി. മാത്രമല്ല എൻ്റെ അളിയനെ അടിക്കാനും ചെന്നു. അവിടെ ഒന്ന് ഇറക്കി വിടുകയും ചെയ്തു. ഹാവൂ, അദ്ദേഹത്തിനുണ്ടായ മനോവ്യഥ ഭയങ്കരം. പണവും പോയി, അതിലുപരി ഗുരുകാരുണ്യവും ഇല്ലാതായി. ചിത്രം സൂക്ഷിക്കുന്നത് വിഗ്രഹാരാധനയുടെ ഭാഗമായി ഗുരു ചിന്തിച്ചിരിക്കാം. അതായിരിക്കാം എതിർത്തതും ഓടിച്ചതും. ഗുരുവിൻ്റെ അപ്രീതിക്ക് കാരണമായ ചിത്രങ്ങൾ ഇനി വേണ്ട, അത് തനിക്ക് ദോഷം ചെയ്യും. അളിയൻ്റെ ചിന്ത അങ്ങനെയായി. അദ്ദേഹം തൻ്റെ പക്കലുള്ള ചിത്രങ്ങളെല്ലാം എടുത്ത് അപ്പോളോ ബന്ദറിൽ ചെന്നു. ഒരു ബോട്ട് വാടകയ്ക്കെടുത്തു. പോകാവുന്നത്ര ദൂരം കടലിലേക്ക് പോയി. തൻ്റെ വശമുണ്ടായിരുന്ന ഗുരുവിൻ്റെ ചിത്രങ്ങൾ കടലിൽ ആഴ്ത്തി. അതുകൊണ്ടും അദ്ദേഹത്തിന് സമാധാനമായില്ല. താൻ കൊടുത്ത ചിത്രങ്ങളെല്ലാം ബന്ധുക്കളിൽ നിന്നും തിരിച്ചു വാങ്ങി. എനിക്ക് തന്ന ചിത്രവും അടക്കിയെടുത്തു. ആ ചിത്രങ്ങളും ഒരാൾ ഏർപ്പാട് ചെയ്ത് കടലിൽ കൊണ്ടുപോയി താഴ്ത്തി. ഈ ചിത്രങ്ങൾ വെച്ചതുകൊണ്ടാണ് കുടുംബത്തിൽ ദീനമുണ്ടായതെന്നും അളിയൻ കരുതി. എന്നോടും അക്കാര്യം വിശദീകരിച്ചു. ഞാൻ സുഖമില്ലാതെ കിടപ്പിലായിരുന്നല്ലോ. അസുഖത്തിന് കാരണം സിദ്ധന്മാരുടെ ചിത്രങ്ങൾ വയ്ക്കുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞത് കാരണം എൻ്റെ വീട്ടിൽ പോയി അവിടെ തൂക്കിയിട്ടിരുന്ന സിദ്ധന്മാരുടെ ചിത്രങ്ങൾ എടുത്തുകൊണ്ടുവന്ന് അളിയനെ ഏൽപ്പിക്കാൻ ഞാൻ ഒരു സേവകനെ ചുമതലപ്പെടുത്തി. അളിയൻ അത് ചിമ്പായി ക്ഷേത്ര സമീപമുള്ള കടലിൽ താഴ്ത്താൻ ഏൽപ്പിച്ചു. അങ്ങനെ ആ കഥയും തീർന്നു. അസുഖം ഭേദമായി. 2 മാസം കഴിഞ്ഞ് ഞാൻ ബാന്ദ്രയിലെ ഗൃഹത്തിലെത്തി. വാതിൽ തുറന്ന് അകത്ത് കടന്നത് ഞാൻ അന്തം വിട്ടുപോയി. ചുമരിൽ ബാബയുടെ ചിത്രം മാത്രം. എന്തോ ഏതോ ചുമതലപ്പെടുത്തിയ ആൾ ആ ചിത്രം മാത്രം എടുത്തില്ല, മറ്റെല്ലാ ചിത്രങ്ങളും കൊണ്ടുപോയിരിക്കുന്നു. ഞാൻ ഉടൻ തന്നെ ആ ചിത്രം എടുത്ത് അലമാരയ്ക്കുള്ളിൽ ഒളിപ്പിച്ചു. കാരണം അളിയനത് കണ്ടാൽ കടലിലൊഴുക്കാൻ ആവശ്യപ്പെടും. എനിക്കാണെങ്കിൽ സായിയുടെ ചിത്രം കളയുന്നത് കടുത്ത വേദനയുമാണ്. ഏതെങ്കിലും ഒരു ഭക്തന് ആ ചിത്രം കൊടുക്കണമെന്നായിരുന്നു എൻ്റെ ചിന്ത. പക്ഷേ ഉത്തമനായ ഒരു ഭക്തന് കൊടുത്തില്ലെങ്കിൽ ആ ചിത്രത്തിന് വേണ്ടത്ര പരിഗണനയും കിട്ടില്ല. ആരാണ് പറ്റിയ ആൾ? മൗലാന ഇസ്മു ജാവറോട് തന്നെ ഉപദേശം തേടുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അങ്ങനെ അദ്ദേഹത്തെ സമീപിച്ചു. കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. അദ്ദേഹത്തോട് ആലോചിച്ചപ്പോഴാണ് താങ്കൾക്ക് ഹേമത് പന്തിന് ചിത്രം കൊടുക്കാമെന്ന് തീരുമാനിച്ചത്. താങ്കളുടെ കയ്യിൽ ആ ചിത്രം ഉത്തമമായ വിധം ആദരിക്കപ്പെടുമെന്ന് ഉറപ്പായിരുന്നു. അങ്ങനെയാണ് അന്ന് താങ്കളുടെ ഗൃഹത്തിൽ വന്നതും ചിത്രം നൽകിയതും. പക്ഷേ അപ്പോൾ താങ്കൾ ഊണ് കഴിക്കുന്ന സമയമായതിനാൽ ഇക്കഥ വിശദീകരിക്കുന്നത് അനുചിതമായി തോന്നി. പിന്നെ എപ്പോഴെങ്കിലും പറയാമെന്ന് കരുതി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഇപ്പോഴിതാ 9 വർഷം കഴിഞ്ഞപ്പോൾ ഇക്കഥ പറയാനുള്ള അവസരവും വന്നു ചേർന്നു.
കഥ കേട്ട് ഞാൻ പുളകിതനായി. ബാബയ്ക്ക് അറിയാത്തത് എന്തുണ്ട്? ഏതു സാഹചര്യത്തിലും ഭക്തന്മാരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നതിൽ അവിടുത്തെ ശ്രദ്ധയും താല്പര്യവും കണ്ടില്ലേ? അതാണ് സായി മാതാവിൻ്റെ വാത്സല്യം. ആത്മീയ പാതയിലൂടെ പോകാൻ ആഗ്രഹിക്കുന്നവരെ സായി വളരെയേറെ സ്നേഹിക്കുന്നു. അവർക്ക് അവിടുന്ന് എപ്പോഴും തുണയേകിക്കൊണ്ടിരിക്കും. ഇക്കഥ പോലെ തന്നെ രസകരമായ മറ്റൊരു സായി ലീല പറയാം. ബാലാസാഹേബ് ദേവിന് നിത്യവൃത്തിക്കായി ജോലിക്ക് പോവുകയല്ലാതെ മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പകലും രാത്രിയിലും സാധന ചെയ്യാൻ ഒട്ടും പറ്റുന്നില്ല. ഏറെക്കാലമായി ജ്ഞാനേശ്വരി പതിവായി വായിക്കാൻ ആഗ്രഹിക്കുന്നു, തീരുമാനിക്കുന്നു. പക്ഷേ ഓരോരോ തടസ്സങ്ങൾ മൂലം വായിക്കാൻ പറ്റുന്നില്ല. മറ്റു പല ഗ്രന്ഥങ്ങളും വായിച്ചു, പക്ഷേ ജ്ഞാനേശ്വരി മാത്രം വായിക്കാൻ കഴിയുന്നില്ല. വായിച്ചാൽ തന്നെയും വെറും വായന, മനസ്സിലേക്ക് ഒന്നും ചെല്ലുന്നില്ല. അങ്ങനെയിരിക്കെ ദേവ് വിശ്രമത്തിനായി 3 മാസം അവധിയെടുത്തു. വിശ്രമത്തിന് ഷിർദിയിലേക്ക് യാത്രയായി. കുറേ ദിവസം ഷിർദിയിൽ കഴിച്ചുകൂട്ടി. പിന്നെ പൗണ്ടിലുള്ള വീട്ടിലേക്ക് പോയി. അവിടെ വെച്ചും ജ്ഞാനേശ്വരി വായിക്കാൻ ശ്രമിച്ചു. സാധിച്ചില്ല. വായിച്ചപ്പോഴൊക്കെ സംശയങ്ങളും തെറ്റിദ്ധാരണകളും മനസ്സിലുറച്ചു. ആകെ അസ്വസ്ഥമായ അവസ്ഥ. അതൊരു വിഷമമായി, സങ്കടമായി. അതോടെ മനസ്സിൽ വാശിയോടൊരു തീരുമാനവും ഉയർന്നു. ഇനി സായീശ്വരനെ അനുഗ്രഹിക്കാതെ ജ്ഞാനേശ്വരി വായിക്കുന്നില്ല. ഇനി അവിടുന്ന് ആജ്ഞാപിച്ചിട്ടേ ഈ പുണ്യഗ്രന്ഥം എടുക്കുന്നുള്ളൂ. പിന്നീട് കുടുംബസമേതം ഷിർദിക്ക് പോകാൻ ദേവിന് ഭാഗ്യം കിട്ടി. അവിടെ വെച്ച് ജോഗിനോട് തൻ്റെ പ്രശ്നവും പറഞ്ഞു. ജോഗ് പ്രതിവിധിയും നിർദ്ദേശിച്ചു. ഒരു ജ്ഞാനേശ്വരി ബാബയുടെ തൃക്കൈയിൽ കൊടുക്കൂ. അവിടുന്ന് സ്പർശിച്ച് അനുഗ്രഹിച്ച് നൽകും. എന്നിട്ട് വായിക്കാൻ തുടങ്ങൂ. വിഷമമൊക്കെ തീരും. ദേവിന് അതിനോട് യോജിക്കാനായില്ല. എനിക്കതിൽ താല്പര്യമില്ല. ഭഗവാനെ എൻ്റെ മനസ്സറിയാമല്ലോ. അവിടത്തേക്ക് കൃപാപൂർവം എൻ്റെ അഭിലാഷം നിറവേറ്റിത്തരാൻ കഴിയില്ലേ? നന്നായി വായിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കാനാവില്ലേ? അന്ന് ദർശനത്തിനെത്തിയപ്പോൾ ദേവ് 1 രൂപ തൃപ്പാദത്തിൽ സമർപ്പിച്ചു. ഇതെന്തോ 1 രൂപ? 20 രൂപ സമർപ്പിക്കൂ, ബാബ അരുളി. ഉടൻ തന്നെ 20 രൂപ കൊണ്ടുവന്ന് സമർപ്പിച്ചു. അന്ന് രാത്രി ബാലഗ്രാമിനെ കണ്ടപ്പോൾ ദേവ് താല്പര്യപൂർവ്വം തിരക്കി. താങ്കൾക്ക് എങ്ങനെയാണ് ബാബയുടെ അനുഗ്രഹം കിട്ടിയത്? എങ്ങനെ ഭക്തി ഇത്ര ദൃഢമായി? അതൊക്കെ നാളെ ആരതി കഴിഞ്ഞിട്ട് പറയാം, സന്തോഷത്തോടെ ബാലഗ്രാം പറഞ്ഞു. പിറ്റേ ദിവസം ദർശനത്തിന് ചെന്നപ്പോൾ ബാബ ദേവിനോട് വീണ്ടും ദക്ഷിണ ആവശ്യപ്പെട്ടു. അദ്ദേഹം സന്തോഷത്തോടെ നൽകി. നല്ല തിരക്കുള്ള സമയം. ദേവ് കുറച്ച് ഒഴിഞ്ഞു നിന്നു. അപ്പോൾ ബാബ ദേവിനെ തിരക്കി. ദേവ് സമീപം ചെന്നിട്ട് വിനയപൂർവ്വം പറഞ്ഞു, ബാബ, ഞാനിവിടെ ഉണ്ട്. നീ എന്താ എനിക്ക് 7 മാത്രം നൽകിയത്? ബാബ ചോദിച്ചു. സ്വാമി, ഞാൻ 20 തന്നുവല്ലോ. അത് ആരുടെ ധനമാണ്? അവിടുത്തെ ധനം. ദേവിന് ആ മറുപടി പറയാൻ ഒട്ടും ആലോചിക്കേണ്ടി വന്നില്ല. ശരി, എങ്കിൽ പിന്നെ എന്തിനാ അകലെ പോകണം? എൻ്റെ സമീപം ഇരുന്നൂടെ? സന്തോഷത്തോടെ ദേവ് ബാബയുടെ കൽപ്പന അനുസരിച്ചു. അന്ന് ആരതി കഴിഞ്ഞ് ജനം പിരിഞ്ഞപ്പോൾ ദേവ് ബാലഗ്രാമിനെ കണ്ടു. തൻ്റെ പഴയ ചോദ്യം ആവർത്തിച്ചു. എങ്ങനെ ഇത്ര ഭക്തിയുണ്ടായി? ധ്യാനിക്കാൻ ബാബ പഠിപ്പിച്ചുവോ? എങ്ങനെ അകക്കാമ്പിലെ അതൃപ്തി ഇല്ലാതായി? ഈശ്വരനെ അറിയാനുള്ള ആഗ്രഹം എപ്രകാരം തൃപ്തമായി? ബാലഗ്രാം ഉത്തരം പറയാൻ ആരംഭിച്ചു. അപ്പോൾ തന്നെ ദേവിനെ ബാബ വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടെ വന്നു. ദേവ് ഉടൻ തന്നെ തിരുസന്നിധിയിലെത്തി. സായീശ്വരൻ മസ്ജിദിൻ്റെ അരഭിത്തിയിൽ 2 കൈകളും ഊന്നി നിൽക്കുന്നു. ദേവ് ബാബയെ പ്രണമിച്ചു. ബാബ ചോദിച്ചു, നീ ആരോടായിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നത്? ദേവ് എല്ലാ കാര്യങ്ങളും എല്ലാം അറിയാവുന്ന സായിയോട് പറഞ്ഞു. എനിക്ക് 25 രൂപ ദക്ഷിണ കൊണ്ടുവരൂ. ദേവ് അതീവ സന്തോഷത്തോടെ ദക്ഷിണ കൊണ്ടുവന്ന് സമർപ്പിച്ചു. വരൂ, ബാബ കൽപ്പിച്ചു. ദേവ് ബാബയോടൊപ്പം മസ്ജിദിലേക്ക് ചെന്നു. അവിടുന്ന് ഒരു തൂണിനരികിലിരുന്നു. മറ്റാരും മസ്ജിദിലില്ല. ബാബ പറഞ്ഞു, നീ എൻ്റെ പഴംതുണികൾ എന്തിനു മോഷ്ടിച്ചു? ഇല്ല ബാബ, ഞാനൊരു പഴംതുണിയും എടുത്തിട്ടില്ല. ദേവ് വിഷമത്തോടെ ഉറപ്പായി പറഞ്ഞു. എങ്കിൽ ഇവിടെ എവിടെയെങ്കിലും നോക്കൂ, ബാബ പറഞ്ഞു. ദേവ് അവിടെയൊക്കെ തിരഞ്ഞു, കണ്ടില്ല. ബാബയുടെ മുഖത്ത് കോപഭാവം. നിൻ്റെ ഈ പ്രവണത നന്നല്ല. നീ തന്നെ കള്ളൻ. മറ്റാര് ഈ സമയം ഇവിടെ വന്ന് മോഷ്ടിക്കാനാണ്? നരച്ചു തുടങ്ങിയല്ലോ. ഇനിയും ഈ ചീത്ത സ്വഭാവം കളയാറായില്ലേ? ദേവ് നിശബ്ദനായിപ്പോയി. വന്നിരിക്കുന്നു. ഇത്ര ദൂരം സഞ്ചരിച്ച് നീ ഷിർദിയിൽ വന്നത് മോഷ്ടിക്കാനാണോ? ഇനി നിനക്ക് രക്ഷയില്ല. നിന്നെ ഞാൻ വെട്ടി തുണ്ടം തുണ്ടമാക്കും. നിൻ്റെ ദക്ഷിണ എടുത്തോളൂ. എൻ്റെ തുണി തിരിച്ചു തരിക. ഇങ്ങനെ 1 മണിക്കൂറോളം ശകാരം കേട്ട് ദേവ് അവിടെ ഇരുന്നു. ബാബ തല്ലുമെന്ന് വരെ തോന്നിപ്പോയി. അവിടുന്ന് കോപം കൊണ്ട് ചിലപ്പോൾ അലറി. മരവിച്ച മനസ്സുമായി ദേവ് പ്രതിമ പോലിരുന്നു. പക്ഷേ സുഹൃതിയായ അദ്ദേഹത്തിന് സായീശ്വരനോട് തെല്ല് പോലും അതൃപ്തി തോന്നിയില്ല. പഴംതുണി കൊണ്ട് എന്താണ് അർത്ഥമാക്കിയതെന്നറിയാതെ അദ്ദേഹത്തിൻ്റെ മനം കുഴങ്ങുകയായിരുന്നു. ഒടുവിൽ ബാബ അദ്ദേഹത്തോട് വാടയിലേക്ക് പോകാൻ കൽപ്പിച്ചു.
ദേവ് നമസ്കരിച്ച് വാടയിലേക്ക് മടങ്ങി സംഭവങ്ങളെല്ലാം ജോഗിനോടും ബാലക്രാമിനോടും പറഞ്ഞു. സമയം കുറേയേറെ കഴിഞ്ഞപ്പോൾ ബാബ വാടയിലേക്ക് ആളെ വിട്ട് ഭക്തന്മാരെ വിളിപ്പിക്കാൻ തുടങ്ങി. ദേവും അവരോടൊപ്പം സായി സന്നിധിയിൽ പോയിരുന്നു. സായീശ്വരൻ പറഞ്ഞു, ഞാൻ പറഞ്ഞത് കേട്ടിട്ട് വൃദ്ധന് നൊന്തു കാണും. പക്ഷേ അയാൾ കള്ളം പറഞ്ഞാൽ ഞാൻ എന്തു ചെയ്യും? പഴംതുണി കൊണ്ടുപോയിട്ട് എന്താകാനാ? എന്നിട്ടും അയാൾ മോഷ്ടിക്കുന്നു. എനിക്കെങ്ങനെ ശാസിക്കാതിരിക്കാനാകും? പിന്നെ മെല്ലെ അവിടുന്ന് അരുളി, എന്തായാലും അല്ലാഹു അവനെ കൈവിടില്ല, അനുഗ്രഹിക്കും. ഇത്രയും പറഞ്ഞിട്ട് അവിടുന്ന് ദേവിനോട് ചോദിച്ചു, നീ എനിക്ക് ദക്ഷിണ തരുമോ? ബാബ, ഞാൻ എത്ര നൽകണം? വിനയപൂർവ്വം ദേവ് തിരക്കി. 12 രൂപ കൊണ്ടുവരൂ. ദേവിൻ്റെ കയ്യിൽ അപ്പോൾ അതുണ്ടായിരുന്നില്ല. തിരിച്ചുപോയി നോട്ട് മാറിയെടുക്കാനായി ശ്രമം തുടങ്ങി. അത് കണ്ട് സായീശ്വരൻ പറഞ്ഞു, വേണ്ട വേണ്ട, നീ രാവിലെ എനിക്ക് 2 വട്ടം ദക്ഷിണ തന്നുവല്ലോ, ഞാനത് ഓർത്തില്ല. പക്ഷെ അപ്പോഴേക്കും ദേവ് ചുറ്റുമുള്ളവരിൽ നിന്നും രൂപ സംഘടിപ്പിച്ച് ബാബയ്ക്ക് സമർപ്പിച്ചു. ഇനി നീ എന്തു ചെയ്യും? നിത്യം ജ്ഞാനേശ്വരി വായിക്കണം. മാത്രമല്ല, വായിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ആത്മാർത്ഥമായി അതിൻ്റെ വ്യാഖ്യാനം കൂടി പറഞ്ഞു കൊടുക്കണം. ബാബ തുടർന്നു, ഞാനിവിടെ നിനക്ക് അലങ്കാരപ്പണി നിറഞ്ഞ പട്ടുവസ്ത്രം നൽകാൻ തയ്യാറാണ്. അപ്പോഴാണ് നീ കീറ പഴംതുണി മോഷ്ടിക്കാൻ വന്നത്. നിൻ്റെ ഈ സ്വഭാവം മാറ്റണം. സായീശ്വരൻ്റെ വാക്കുകൾ ദേവിന് അമൃതവർഷം പോലെയായി. താൻ ആഗ്രഹിച്ച ജ്ഞാനേശ്വരി പാരായണ കാര്യത്തിൽ അവിടുന്ന് ചൊരിഞ്ഞ കൃപാവർഷം എത്രയധികം! ദേവിൻ്റെ ഹൃദയത്തിൽ ആനന്ദം നിറഞ്ഞു കവിഞ്ഞു. അന്നു മുതൽ ജ്ഞാനേശ്വരി നിത്യം സ്വസ്ഥമായി വായിക്കാനും ഉൾക്കൊള്ളാനും അദ്ദേഹത്തിന് സാധിച്ചു. മനം നന്ദി കൊണ്ട് നിറഞ്ഞു. ഗീതാശ്ലോകങ്ങളുടെ അഗാധ തലങ്ങളിലേക്ക് മനസ്സും ബുദ്ധിയും ഒരുപോലെ കടന്നു ചെല്ലാൻ തുടങ്ങി. ബാബ കീറത്തുണി മോഷിച്ചു എന്ന് പറഞ്ഞതിൻ്റെ പൊരുളും ദേവിന് വ്യക്തമായി. ബാലക്രാമനോട് ചോദിച്ചത് അവിടത്തേക്ക് ഇഷ്ടമായില്ല. കാരണം എന്തിനും ഏതിനും പൂർണ്ണവും അപായരഹിതവുമായ മറുപടി നൽകാൻ സായീശ്വരനെ അവിടെ സന്നിധാനം ചെയ്യുമ്പോൾ എന്തിന് മറ്റുള്ളവരെ ആശ്രയിക്കണം, വഴിതെറ്റി അലയണം? ദേവ് മഹാഭാഗ്യവാനാണ്. കാരണം സായീശ്വരൻ കോപിച്ചപ്പോഴൊന്നും തന്നോട് കോപിഷ്ഠനായി എന്ന് അദ്ദേഹത്തിന് തോന്നിയില്ല. മറിച്ച് തന്നെ അനുഗ്രഹിക്കാനായി അവിടുന്ന് ഇതെല്ലാം ചെയ്യുന്നതായേ ആ മഹാഭക്തൻ കരുതിയുള്ളൂ. പശുവിൻ്റെ അകിട്ടിൽ പാലുണ്ടെങ്കിലും നീരട്ടയ്ക്ക് അകിട്ടിൽ നിന്ന് ചോര കുടിക്കാനേ കഴിയൂ. താമരയുടെ സമീപം കഴിയുന്ന തവള പ്രാണികളെ പിടിച്ചു തിന്നുമ്പോൾ അകലെ നിന്ന് വരുന്ന വണ്ടെത്താൻ താമരത്തെ നുകരുന്നു. സായി സാമീപ്യമുണ്ടെങ്കിലും ഭാഗ്യവാനെ സായിയെ അറിയാനും അനുഭവിക്കാനും അനുഗ്രഹം നേടാനും കഴിയുന്നുള്ളൂ. അമ്മ കുഞ്ഞിനെ പരിചരിക്കും വിധമായിരുന്നു സായീശ്വരി ഭക്തന്മാരുടെ വളർച്ച ശ്രദ്ധിച്ചിരുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷം ദേവ് ഒരു സ്വപ്നം കണ്ടു. ഒരു വ്യാഴാഴ്ച പുലർകാലം 1914 ഏപ്രിൽ 2 ബാബ ദേവിൻ്റെ സ്വപ്നത്തിലെത്തി തിരക്കി, നിനക്ക് ജ്ഞാനേശ്വരി ശരിക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? ആ ചോദ്യം കേട്ടപ്പോൾ ദേവിൻ്റെ മിഴികൾ നിറഞ്ഞു തുളുമ്പി. തൊഴുകയോടെ ദേവ് പറഞ്ഞു, പ്രഭോ, അവിടുന്ന് അനുഗ്രഹിക്കാതെ എനിക്ക് എങ്ങനെ മനസ്സിലാകും? ഞാൻ വെറുതെ വായിച്ചു പോകുന്നു എന്നാണ് തോന്നുന്നത്. സാരമില്ല, ഇനി ആത്മീയ കാര്യങ്ങളെക്കുറിച്ചുള്ള ആ അധ്യായം വായിക്കൂ. 9-ാം അധ്യായം. എൻ്റെ മുന്നിലിരുന്ന് സാവധാനം വായിക്കൂ, തിരക്കിട്ട് വായിക്കണ്ട. സായിനാഥൻ്റെ കൽപ്പന കേട്ട് പുസ്തകമെടുക്കാനായി കുനിഞ്ഞപ്പോഴേക്കും ദേവ് ഉണർന്നുപോയി. പക്ഷേ തന്നോടുള്ള അവിടുത്തെ പ്രേമം അറിഞ്ഞ് ദേവ് വിവശനായി. ഭക്തൻ്റെ ആധ്യാത്മിക വളർച്ചയിൽ എത്ര ശ്രദ്ധാലുവാണ് സായിനാഥൻ! പ്രിയ വായനക്കാരെ, ആ കൃപാസാഗരത്തിൽ നമുക്ക് വേണ്ടുവോളം മുങ്ങിക്കുളിക്കാം, നീന്തി തുടിക്കാം. ഈ പവിത്ര പാദങ്ങൾ കിട്ടിയ നാം എത്ര മഹാഭാഗ്യവാന്മാർ! തികഞ്ഞ പരിശുദ്ധിയോടെ, പ്രേമത്തോടെ, വിശ്വാസത്തോടെ, അചഞ്ചലമായ ഭക്തിക്കായി നമുക്ക് സായി തൃപ്പാദങ്ങളിൽ ശരണാഗതരാകാം. അത്രമാത്രമേ ജീവിത സാഫല്യം നൽകൂ എന്ന് ഹേമദ് പാന്ത് കരുതുന്നു. 41-ാം അധ്യായം സമാപ്തം. ഓം അസഹായ സഹായായ നമഃ.